ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിൽ സംസാരമുണ്ടായതിനു ശേഷം രോഹിത് ബബിതയുടെ അടുത്ത് വന്ന് അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞു. നീ കാരണമാണ് ഇന്നിവിടെ ഇത്രയും വഴക്കുണ്ടായത്. നിന്റെ നാക്കിന് എല്ലില്ലാത്തത് കൊണ്ടല്ലേ ഇത്രയും സംഭവിച്ചത്. അമ്മയ്ക്ക് നല്ല വിഷമമായിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അമ്മയും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബബിത വിഷമിച്ച് നിന്നു. ആ പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞിട്ട് രോഹിത് ബബിതയുടെ തോളിൽ തട്ടി. അപ്പോഴാണ് വൈജയന്തി വാതിൽക്കലെത്തിയത്. വൈജയന്തി ഒരു വിളി, രോഹിത്തേ, നീ എന്താ ഇവിടെ? അവർ ഞെട്ടി തിരിഞ്ഞു നോക്കി. അത് ഞാൻ ബബിതയോട് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. രാത്രി അസമയത്താണോ സംസാരം? അതൊന്നും ശരിയല്ല. അതൊക്കെ പകൽ സംസാരിച്ചാൽ മതി. രോഹിത്ത് അമ്പരന്ന് പോയി. അവനങ്ങ് വല്ലാതെയായി. അവൻ പെട്ടെന്ന് മുറിയിലേക്ക് കയറിപ്പോയി. ബബിതയ്ക്ക് ദേഷ്യം വന്നു. അമ്മ എന്താ ഉദ്ദേശിച്ചത്? എന്ത് ശരിയല്ലെന്ന് അമ്മ പറഞ്ഞത്? ആങ്ങളയായാലും പെങ്ങളായാലും ഒരു പ്രായം തികഞ്ഞാൽ ഒരു അകലമൊക്കെ പാലിക്കണം. ബബിതയ്ക്ക് നല്ല ദേഷ്യം വന്നു. കടപ്പാട്ടൂർ വീട്ടിലെ ആങ്ങളമാരുമായിട്ട് അമ്മ എത്ര അകലം പാലിച്ചിട്ടുണ്ട്? അതിനെ സ്കെയിലിൽ കൃത്യമായി അളന്നു തന്നാൽ ഞാനും അതേ അകലം പാലിക്കാം. കന്നത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് ഞാൻ കർണം പൊട്ടിക്കും. ബബിത പിന്നെ ഒന്നും പറയാതെ റൂമിലേക്ക് കയറിപ്പോയി. അവൾ വിഷമിച്ചിരുന്നപ്പോഴാണ് അലീനയുടെ കോൾ വന്നത്. അവൾ അലീനയോട് പറഞ്ഞു, ചേച്ചി ഇന്നിവിടെ വലിയ വഴക്കുണ്ടായി, അതും ഞാൻ കാരണം. പിന്നെ നടന്നതൊക്കെ അവൾ പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, മോൾ വിഷമിക്കേണ്ട, നിങ്ങൾ ആരും അമ്മയോട് വഴക്കിന് പോകരുത്. നിങ്ങളും അച്ഛനും കൂടി ഒന്നിച്ചു നിൽക്കുന്നതാണ് അമ്മയ്ക്ക് പിടിക്കാത്തത്. അമ്മയ്ക്ക് നിങ്ങളുടെ കൂട്ടുകെട്ട് പൊളിക്കണം, എങ്കിലേ അമ്മ ജയിക്കുകയുള്ളൂ എന്നാണ് അമ്മ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലൊരു തീപ്പൊരി ഇടാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ലേ? നിങ്ങൾ അമ്മ പറയുന്നതിനെ ഒന്നും എതിർക്കാൻ പോകണ്ട. അമ്മ പറയുന്നത് പോലെ അനുസരിച്ച് നിന്നാൽ മതി.